ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ഓർഗനൈസറിന്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിനു മുമ്പ് എൻ്റെ കയ്യിലുള്ള ഓർഗനൈസേഴ്സിന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തപ്പോൾ തൊട്ട് ചോദിക്കുന്നതാണ് ആ കുട്ടികളുടെ സ്ലൈഡൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഓർഗനൈസറിന്റെ മേക്കിംഗ് എങ്ങനെയാണെന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു കാർഡ്ബോർഡിന്റെ ഒരു പീസ്, അതുപോലെ തന്നെ റിബൺ, സാറ്റിൻ റിബണോ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലേക്കൊക്കെ യൂസ് ചെയ്യുന്ന റിബൺ ഉണ്ടല്ലോ, അതെടുക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഏതെങ്കിലും പഴയ തുണിയൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ തുണികളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സ് ഇല്ലേ, അതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലൊക്കെ എടുക്കാം. എന്നിട്ട് ഞാനതൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പഴയൊരു തുണി കഷ്ണം യൂസ് ചെയ്തിട്ടാണ് ഞാനതൊന്ന് കവർ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം ഇതേപോലെ തുണി ഉപയോഗിച്ചോ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ടോ നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ പഴയ ക്ലോത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് കവർ ചെയ്യായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാനിവിടെ ഹാങ് ചെയ്തിടാനായിട്ട് ഒരു കുളത്തും കൂടി വെച്ചിട്ടുണ്ട്, അതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ടിക് ടാക് സ്ലൈഡുകളും അതുപോലെ തന്നെ ഹെയർ ബാൻഡും ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതാണ്. 2-in-1 ഓർഗനൈസർ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ടിക് ടാക് സ്ലൈഡുകളാണ് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ചട്ട അധികം ഇങ്ങോട്ട് കനലില്ലാത്തതാണ്, അതുകൊണ്ട് തന്നെ ഞാനിത് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതേപോലെ സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിക്കുകയോ എന്താണെന്ന് ചെയ്യാം. അപ്പോൾ ഒരു ഭാഗത്ത് ഒട്ടിച്ചതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കണം കേട്ടോ. എന്നിട്ട് വേണം മറുഭാഗത്ത് ഒട്ടിക്കാനായിട്ട്, എന്നാലും അത് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ അങ്ങനെ രണ്ടെണ്ണമാണ് നമ്മൾ ഈ ടിക് ടാക് സ്ലൈഡുകളൊക്കെ വെക്കാനായിട്ട് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഹെയർ ബാൻഡ് ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള ഒരു സംഭവം ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സാറ്റിൻ റിബൺ തന്നെയാണ്. പക്ഷേ അവസാനം ഞാനത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുന്നണത് എങ്ങനെയാണെന്നൊക്കെ ഈ സാറ്റിൻ റിബണിലാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ സാറ്റിൻ റിബണോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ റിബണോ ഏതാണെന്ന് വെച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെയാണ് തുന്നി കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം കുറച്ച് ഭാഗം ഒന്ന് വിട്ടിട്ടുണ്ട് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ തുന്നിയെടുക്കുക. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ കണ്ട് നന്നായി മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ രണ്ടെണ്ണം ഞാൻ തുന്നിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചട്ടയിലൊന്ന് വെച്ച് നോക്കാം എത്രത്തോളം വേണമെന്ന്. അതിനനുസരിച്ച് നമുക്കിത് മുഴുവനായിട്ടൊന്ന് തുന്നിയെടുക്കാം. അങ്ങനെ ഞാൻ എന്താ മുഴുവനായിട്ട് തുന്നിയെടുത്തിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ സാറ്റിൻ റിബൺ മാറ്റിയിട്ട് നമ്മുടെ സാധാരണ റിബൺ ആക്കിയിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് കേട്ടോ, എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ കുറേ റിബൺ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ മോൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിയിട്ട് അന്ന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറേ റിബൺ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഉള്ള സ്ഥിതിക്ക് ഇത് യൂസ് ചെയ്യാണ് നല്ലത്. സാറ്റിൻ റിബൺ ആകുമ്പോൾ പെട്ടെന്ന് പിന്നി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാണ് നല്ലത്. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കടകളിൽ നിന്ന് വാങ്ങാനും കിട്ടും. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ളതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചട്ടയിൽ ഇത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായി ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് സ്ഥലത്ത് സ്റ്റാപ്ലർ അടിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഭാഗമൊക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലേസുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ, ഒന്നും കൂടിയും ഒരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 2-in-1 ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. സമയവും കുറവ് മതി, പക്ഷെ നമുക്ക് കുറേ നാൾ ഒരു കേടുമില്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ചോദിച്ചവർക്ക് ഇതെന്തായാലും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അവിടെ നമ്മുടെ ഓർഗനൈസർ ഹാങ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹെയർ ബാൻഡുകളൊക്കെ അതിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റേ ടിക് ടാക് സ്ലൈഡുകളൊന്നും ഇല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സ്കൂള് പൂട്ടിയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് മോളുടെ കളി, സുന്ദരിയാവലും പാവന് സുന്ദരിയാക്കലൊക്കെ ആയിട്ട്. അപ്പോൾ ആ സ്ലൈഡുകളുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്ത കാരണം ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല. എല്ലാം കൂടി ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് കാണിക്കണം എന്നായിരുന്നു എനിക്ക്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയുടെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും കാണിക്കാം കേട്ടോ. ഇതേപോലെ ഓർഗനൈസ് ചെയ്ത് ഞാനൊരു 2 കൊല്ലത്തോളമായി ഇത് യൂസ് ചെയ്യുന്നു. ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് രണ്ടാമത് ചെയ്തത്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.